ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കേക്ക് എന്ന് പറയുമ്പോൾ ഐസിംഗ് ഒന്നും ചെയ്തിട്ട് കാണിക്കുന്നില്ല. കടായിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ബീറ്റർ ഇല്ലാതെ മുട്ടയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് കേക്കാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. കടായിയൊക്കെ എല്ലാവരുടെ കയ്യിലും ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ മുട്ട ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ പാത്രം എല്ലാവരുടെ കയ്യിലുണ്ടാവും. ആദ്യം കുറച്ച് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തും സൈഡിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ അങ്ങ് വിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാത്രം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പൊടികളൊന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. പിന്നെ കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൽ പറയുന്ന ആ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അങ്ങ് ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങളുടേതായ മാറ്റം വരുത്തിയിട്ട് ചെയ്യുമ്പോൾ കേക്കിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. പല കേക്കിൻ്റെ വീഡിയോയിലും കമൻറ്റ് വരാറുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. കേക്കിൻ്റെ കാര്യത്തിൽ ഞാനും ബിഗിനർ തന്നെയാണ്. ഞാൻ ചെയ്തിട്ട് എനിക്ക് വന്ന ഫോൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. മൈദയൊക്കെ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക. അതുപോലെ പിന്നെ ബേക്കിംഗ് സോഡ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും എല്ലാം പറഞ്ഞ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 നുള്ളി ഉപ്പ്, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പൊടികൾ 1-2 തവണ ഒന്ന് അരിച്ചെടുക്കണം, നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അരിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ബൗൾ എടുക്കുക. അതിൽ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി കമ്പൈനായി കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലും വെളിച്ചെണ്ണ ഒഴികെ ബാക്കി എല്ലാ ഓയിലും എടുക്കുക. സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇത്രയും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ബാഡ് സ്മെല്ലൊന്നും വരാനില്ല. അപ്പോൾ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആ ഒരു കുത്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിച്ച് മാറ്റി വെച്ച പൊടികളുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കണം. ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് അരിപ്പ വെച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്പോഞ്ചിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല, പിന്നെ പ്ലെയിനായിട്ട് വാനില കേക്ക് പോലെ അങ്ങനെ ചെയ്താലും മതി. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം, ഒരു ബാറ്റർ കൺസിസ്റ്റൻസി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൽ എന്ന് പറയുന്നത് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് അങ്ങനെ ചേർക്കരുത്. കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് പുറത്തേക്ക് വെക്കുക. എന്നിട്ട് തണുപ്പൊക്കെ പോയിട്ട് വേണം കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1/2 കപ്പ് പാല് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒറ്റയടിക്ക് ഫുള്ളായിട്ട് അങ്ങ് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കേണ്ട, ഗ്രാജുവലായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കടായിൽ ചെയ്യുന്നേ ഉള്ളൂ. സോസ് പാനിൽ വേണമെങ്കിൽ സോസ് പാനിലൊക്കെ ചെയ്യാം. ഞാൻ ഈ ഒരു സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സോസ് പാനിൽ ചെയ്യാം. ഞാൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതിന് താഴോട്ടേക്ക് ഒരു 2-3 തവണ അങ്ങ് തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തന്നെ ലിഡ് വെച്ചിട്ട് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹോൾസ് ഉണ്ടാവുമല്ലോ, ഇതുപോലത്തെ ഹോൾസ് ഒന്നും പാടില്ല, എയറൊന്നും ഉള്ളിലേക്ക് പോകരുത്. അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ തവയുണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പഴയ തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടതാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് റെഡിയാക്കി വെച്ച പാൻ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 30 മുതൽ 35 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ കത്തിയോ എന്തെങ്കിലും കുത്തി നോക്കുക. അത് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് അധികം വെക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
ഒന്ന് തണുത്ത ശേഷം നിങ്ങൾക്ക് പാനിൽ നിന്ന് ഈസി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഐസിങ് ചെയ്യാം. ഞാനിപ്പോൾ ഐസിങ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. ആ കടായിൻ്റെ ഷേപ്പിലായിരിക്കുമല്ലോ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് നല്ല ഒരു പെർഫെക്റ്റ് ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേക്ക് മോൾഡ് ഉണ്ടാവുമല്ലോ, റൗണ്ടായിട്ടുള്ള കേക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നല്ല റൗണ്ടായിട്ടുള്ള ഏതെങ്കിലും ലിഡ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ പിന്നെ ഇതിൽ കാണിക്കാത്തത്, എപ്പോഴും ഞാൻ കേക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഒറ്റ നോസിൽ വെച്ചിട്ടാണ് ചെയ്യൽ. ഈ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്യാൻ എനിക്ക് നല്ല ഈസിയാണ്. എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു നോസിലാണെന്ന് തോന്നിയത്. അപ്പോൾ ഇതന്നെ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത്. നാട്ടിലൊക്കെ പോയിട്ട് നല്ല നോസിലൊക്കെ വാങ്ങിയിട്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഈ ഒരു കടായിൽ ചെയ്യുന്ന കേക്ക്. പിന്നെ ചിലർക്ക് കേക്കിൽ മുട്ട ചേർക്കുന്നത് ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു കേക്ക് നല്ല യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്